ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിറ്റാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പീറ്റർ എച്ച് റെയ്നോൾഡ്സ് എഴുതിയിട്ടുള്ള ഡോട്ട് എന്നുള്ള സ്റ്റോറിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പലർക്കെങ്കിലും ഒരു ചിന്തയുണ്ടാവും, എനിക്ക് മാത്രം പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ലല്ലോ, എൻ്റെ കൂട്ടുകാരൻ ഡാൻസ് കളിക്കാൻ അറിയാം, എൻ്റെ കൂട്ടുകാരിക്ക് പാട്ട് പാടാൻ അറിയാം, എൻ്റെ വേറൊരു കസിന് ഇതേപോലെ തന്നെ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് അറിയാം, എനിക്ക് മാത്രം ഒരു കഴിവില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണും. പക്ഷേ എല്ലാവരുടെ ഉള്ളിലും കൃത്യമായിട്ട് ഏതെങ്കിലുമൊക്കെ കഴിവുകൾ നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളതിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് മാത്രം. അതേപോലെ തന്നെ ചിലർക്കൊരു വിഷമം ഉണ്ടാവും, എനിക്ക് ഏതെങ്കിലും ഒരു ഏരിയ ജസ്റ്റ് ഇപ്പോൾ ചിത്രം വരയ്ക്കണം, എനിക്ക് ചിത്രം വരയ്ക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള മനോഹരമായൊരു കഥയാണ് ദ ഡോട്ട് എന്നുള്ള നമുക്ക് പഠിക്കാനായിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ. അപ്പം നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഓഥറിനെ കുറിച്ചൊന്ന് നോക്കാം. പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ് ഇസ് എ കനേഡിയൻ ഓഥർ ആൻഡ് ഇല്ലുസ്ട്രേറ്റർ ഓഫ് ചിൽഡ്രൻസ് ബുക്സ്. കുഞ്ഞുകുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഒരു റൈറ്റർ ആയിരുന്നു നമ്മുടെ പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനി ഫാബിൾ വിഷൻ. ഫാബിൾ വിഷൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനിയുടെ ഓണർ കൂടെ ആയിരുന്നു നമ്മുടെ പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ്. റെയ്നോൾഡ്സ് ഇസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ചിൽഡ്രൻസ് ബുക്സ് അബൌട്ട് ഓതന്റിക് ലേണിംഗ്, ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് ഏതൊക്കെ രീതിക്ക് നമുക്ക് നന്നായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്, അതേപോലെ തന്നെ സെൽഫ് എക്സ്പ്രഷൻ, നമ്മൾ എന്താണെന്ന് നമ്മൾ തന്നെ എക്സ്പ്രസ് ചെയ്ത് പുറത്ത് കാണിക്കുന്ന ആ ഒരു കാര്യങ്ങളെക്കുറിച്ച്, അത്തരത്തിലുള്ള ഒരുപാട് ഗുണപാഠങ്ങളും അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് തീമുകളെക്കുറിച്ചൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോവാം. അപ്പോൾ കഥയിൽ ചിത്രസഹിതമായിട്ടാണ് ഓരോ സെക്ഷനായിട്ട് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് പാട്ടായിട്ട് നല്ല ഭംഗിയിലാണ് അദ്ദേഹത്തിൻ്റെ കഥ രചിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ ഒന്നുകൂടെ എളുപ്പമായി അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനകത്തെ കഥ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പിക്ചറിൽ തന്നെ ഒരു കുട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു ബെഞ്ചിലൊക്കെ അല്ലെങ്കിൽ ഒരു ടേബിളിൽ തല വെച്ചിങ്ങനെ ഇരിക്കുക നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും അത് പറയുന്നതെന്ന് നോക്കാം. ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ. അപ്പോൾ ആർട്ട് ക്ലാസ്സിലാണ് ആളിരിക്കുന്നത്. ബട്ട് വാഷ്തി സാറ്റ് ഗ്ലൂഡ് ടു ഹർ ചെയർ, ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. അപ്പോൾ ആളൊക്കെ ചിത്രം വരയ്ക്കുന്ന അല്ലെങ്കിൽ പെയിൻറ്റിങ് ക്ലാസ്സിലാണ് ആളിരിക്കുന്നത്. അപ്പോൾ ആൾ എന്ത് ചെയ്യണം, ആ ചെയറിന്ന് എഴുന്നേറ്റിട്ടില്ല. ഗ്ലൂഡ് ടു ഹർ ചെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പക്ഷേ അവൾക്ക് സങ്കടം എന്താണ്, ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. പക്ഷെ അവളുടെ പേപ്പർ ബ്ലാങ്ക് ആണ്, കാലിയായിട്ട് കിടക്കണം, അതിനകത്ത് ഒന്നും വരച്ചിട്ടില്ല, ശൂന്യമായിട്ട് അത് കിടക്കുകയാണ്. അപ്പോൾ പിക്ചർ വരയ്ക്കുന്ന ഒരു ക്ലാസ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിത്രം പേപ്പറിൽ കാണണമല്ലോ. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചിട്ടില്ല, ആളുടെ പേപ്പറിൽ ഒന്നും കാണാനില്ല, ആൾക്കൊന്നും വരയ്ക്കാൻ പറ്റിയിട്ടില്ല. വാഷ് ദിസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. അപ്പോൾ വാഷ്തിയുടെ ടീച്ചർ, പെയിൻറ്റിങ്ങിൻ്റെ ടീച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഡ്രോയിങ് ടീച്ചർ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് നോക്കുകയാണ്, എന്താ ഇവിടെ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട്. എ പോളാർ ബെയർ ഇൻ എ സ്നോ സ്റ്റോം ഷീ സെഡ്. അപ്പോൾ ടീച്ചർ ആ പേപ്പറിലോട്ട് നോക്കിയിട്ട് പറയണം, നമ്മൾ ഓൾറെഡി പറഞ്ഞു പേപ്പറിൽ എന്തില്ല, ഒന്നുമില്ല, ഒരു വര പോലും അവൾ വരച്ച് വെച്ചിട്ടില്ല. ആ ഒരു കാലിയായിട്ട് കിടക്കുന്ന പേപ്പറിലോട്ട് നോക്കിയിട്ട് ടീച്ചർ പറയണം, ഒരു പോളാർ ബെയറിനെ കാണുന്നുണ്ടല്ലോ, അതായത് ഒരു ധ്രുവക്കരടി, ഇങ്ങനെ വെളുത്ത നിറത്തിലുള്ള കരടികളെ കണ്ടിട്ടില്ല, അപ്പോൾ ഇങ്ങനെ ഐസുള്ള ഏരിയകളിൽ മാത്രം കാണുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോളാർ ബെയറിനെയാണല്ലോ അതിൽ കാണുന്നത്, ഇങ്ങനെ മഞ്ഞിൻ്റെയൊക്കെ മേലെ നിൽക്കുന്ന ഒരു ധ്രുവക്കരടിനെ കാണുന്നുണ്ടല്ലോ എന്നാണ് നമ്മുടെ ടീച്ചർ ആ കാലിയായി കിടക്കുന്ന പേപ്പർ നോക്കിയിട്ട് പറയുന്നത്. വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാൺ ഡ്രോ സെറ്റ് വാഷ്തി. അപ്പോൾ വാഷ്തിക്ക് തോന്നുന്നതാണ് അവളെ കളിയാക്കിയതാണ്. നമുക്ക് തോന്നുമല്ലോ, നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നില്ല നമ്മളെ കളിയാക്കുകയാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അവളും പറയും, വലിയ തമാശയായിപ്പോയി, ഞാനൊന്നും വരച്ചിട്ടില്ല, എനിക്കൊന്നും വരയ്ക്കാൻ പറ്റിയില്ല എന്നാണ് വാഷ്തി പറയുന്നത്. ഹർ ടീച്ചർ സ്മൈൽഡ്. അപ്പോൾ അത് കേട്ട് ടീച്ചർ ചിരിക്കുകയാണ്. ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വാട്ട് ഇറ്റ് ടേക്സ് ടു യു. അപ്പോൾ ടീച്ചർ പറയുകയാണ്, ജസ്റ്റ് നീ ഒരു കാര്യം ചെയ്യും, പേപ്പറിൽ ഒരു മാർക്ക് ചെയ്യും, എന്തെങ്കിലും ഒരു കുത്തോ ഓമയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് മാർക്ക് ചെയ്ത് വെക്ക്, അത് നിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നമുക്കൊന്ന് നോക്കാം എന്നാണ് നമ്മുടെ ടീച്ചർ പറയുന്നത്. വാഷ്തി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗാവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ് ദർ. അപ്പോൾ ഇത് കേട്ട ഉടനെ ഒരു കുത്തിട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പേപ്പറിൽ ഒരു കുത്തിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെവിടെ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാ എന്നുള്ളൊരു വിചാരത്തിൽ നമ്മുടെ വാഷ്തി എന്ത് ചെയ്യാണ്, ഒരു മാർക്കർ എടുത്തിട്ട് ആ പേപ്പറിനകത്ത് ഒരു കുത്താണ്, നല്ല സ്ട്രോങ് ആയിട്ട്, നല്ല എന്താ പറയുക, നല്ല വൃത്തിയില്ല അല്ലെങ്കിൽ നല്ല അത്യാവശ്യം വലുപ്പത്തിൽ എന്ത് ചെയ്യണം, നല്ലൊരു കുത്തു കൊടുക്കുകയാണ് ആ പേപ്പറിനകത്ത്. ദാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു കുത്തു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് ആ കുത്തുകൊണ്ട് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ.
ഹർ ടീച്ചർ പിക്ക്ഡ് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡിഡ് ഇറ്റ് കെയർഫുള്ളി. അപ്പം ഇങ്ങനെ വാഷ്തി കുത്തി ആ ഒരു പേപ്പറിൽ മാർക്കർ കൊണ്ട് കുത്തി വെച്ചിട്ടുള്ള ആ ഒരു പേപ്പർ എടുത്ത് നമ്മൾ ടീച്ചർ ഇങ്ങനെ നോക്കുകയാണ്, കാര്യമായിട്ട് എന്തോ പഠിക്കുന്നുണ്ട് ആ പേപ്പർ നോക്കിയിട്ട്. ഷി പുഷ്ഡ് ദ പേപ്പർ ടുവേർഡ്സ് വാഷ്തി ആൻഡ് ക്വയറ്റ്ലി സെഡ്. അപ്പോൾ ഒരു മുകളിൽ ടീച്ചർ എന്ത് ചെയ്യണം, പേപ്പർ പതുക്കെ വാഷ്തിയുടെ അടുത്തേക്ക് തന്നെ നീക്കി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നൗ സൈൻ ഇറ്റ്. ഇനി നീ ഒരു കാര്യം ചെയ്തിൻ്റെ താഴെ നീ ഒന്ന് സൈൻ ചെയ്യ്, നീ ഒന്ന് ഒപ്പുവെക്ക് എന്നാണ് പറയുന്നത്. വാഷ്തി തോട്ട് ഫോർ എ മൊമെൻറ്റ്. വാഷ്തി ഒന്ന് ആലോചിക്കുകയാണ്, എന്തിനാ ഇപ്പോൾ പേപ്പറിൽ വെറുതെ ഒരു കുത്തിയിട്ടുണ്ട്, അതിൻ്റെ താഴെ ഇപ്പോൾ ഞാൻ എന്തിനാണ് സൈൻ ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ അവരുടെ ആണെന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ ഒപ്പ് വയ്ക്കും. അതുപോലെയാണ് ടീച്ചറും പറയുന്നത്, നീ ഈ കുത്തിൻ്റെ താഴെ നീ പോയിട്ട് നിൻ്റെ ഒന്ന് സൈൻ ചെയ്യുക എന്ന് പറയണം. അപ്പോൾ വിചാരിക്കും എന്താ അപ്പോൾ അതിൻ്റെ ആവശ്യം, ഒരു വേറൊരു കുത്തല്ലേ. വെൽ മേ ബി ഐ കാൺ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. അപ്പോൾ വിചാരിക്കാം എന്തായാലും എനിക്ക് വരയ്ക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എന്തായാലും എനിക്ക് സൈൻ ചെയ്യാൻ പറ്റുമല്ലോ, എൻ്റെ പേരെഴുതി ഒപ്പിടാൻ എനിക്ക് എന്തായാലും അറിയാം. അപ്പോൾ എന്താ ടീച്ചർ പറഞ്ഞ പോലെ അത് ചെയ്തേക്കാം എന്നാൾ വിചാരിക്കുകയാണ്. ദ നെക്സ്റ്റ് വീക്ക് വാഷ്തി വാക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ്. അപ്പോൾ എന്തായാലും അവൾ ആ ഒരു കുത്തൊക്കെ കുത്തിൻ്റെ താഴെ സൈനൊക്കെ ചെയ്ത് ടീച്ചർക്ക് പേപ്പർ കൊടുത്ത് അവൾ വീട്ടിൽ പോകുന്നുണ്ട്. തിരിച്ച് പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവൾ എന്താണ് അവിടെ കാണുന്നത്, അടുത്ത ആഴ്ചയിൽ അവൾ ക്ലാസ്സിലേക്ക് നടന്നു വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് അവൾ എന്താ കണ്ടാൽ നോക്കാം. She was surprised to see what was hanging above her teacher's desk. അപ്പോൾ ടീച്ചറുടെ ഡെസ്കിൻ്റെ മുകളിലായിട്ട് എന്താണ് തൂങ്ങിക്കിടക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോവുകയാണ്. It was the little dot she had drawn, her dot. അപ്പോൾ അവൾക്ക് കണ്ടപ്പോൾ മനസ്സിലാവുകയാണ്, അവൾ അന്നൊരു കുത്തി കൊടുത്തല്ലോ ഒരു പേപ്പറിനകത്ത്, അതാണ് അവിടെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നതെന്ന് കാണുമ്പോൾ അവൾക്ക് അത്ഭുതം തോന്നും. ഒന്നുമില്ല അതിനകത്ത്, അവളുടെ ഒരു കുത്തും അതേപോലെ താഴെ ഒരു ഒപ്പും മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടെ ചുമരിൽ കാര്യമായിട്ട് തൂക്കി വെച്ചിരിക്കുന്നത്, ഹെർ ഡോട്ട്. അത് ക്യാപിറ്റലൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നുണ്ടോ, അവളുടെ ആ ഒരു ഡോട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവൾ സ്വന്തമായിട്ട് ചെയ്ത ആ ഒരു കാര്യമാണ്. ഓൾ ഫ്രെയിംഡ് ആൻഡ് സ്വേർലി ഗോൾഡ്. നല്ല ഭംഗിയായിട്ട് ഗോൾഡ് ഫ്രെയിം ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രെയിം ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. വെറുതെ തൂക്കുക പോലും അല്ല, ഫ്രെയിം ചെയ്തിട്ടാണ് അത് ചുമരിൽ തൂക്കിയിരിക്കുന്നത്. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് തോന്നുന്നു, ഒന്നുമില്ല, ഞാൻ വെറുതെ ഒരു കുത്തിട്ടത് ഇത്രയും വലിയൊരു സംഭവമായിട്ട് ടീച്ചർ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത്തിരി കൂടെ നല്ല രീതിക്ക് എനിക്ക് ഡോട്ട് ഇടാമല്ലോ, ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തിരി കൂടെ നന്നായിട്ട് ഇടുമായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും കുറച്ചും കൂടെ നല്ല ഡോട്ട് ഉണ്ടാക്കാമെന്ന് അവൾക്ക് തോന്നുകയാണ്. ഷീ ഓപ്പൺ ഹർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അപ്പോൾ വേഗം അവളുടെ വാട്ടർ കളറൊക്കെ എടുത്തിട്ട് ജോലി തുടങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. വാഷ് പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. വാഷ് എന്ത് ചെയ്യാണ്, വീണ്ടും പെയിൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അവൾ ചെയ്യുന്നത്, എ റെഡ് ഡോട്ട്, എ പേർപ്പിൾ ഡോട്ട്, എ യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട്. അപ്പോൾ പല കളറിൽ അവൾ ഓൾറെഡി അപ്പം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു മാർക്കർ എടുത്തൊരു കുത്ത് ചെയ്ത്. പക്ഷെ ഇപ്പോൾ അവൾ നല്ല ഭംഗിയായിട്ട് പല കളറിൽ അവൾ എന്ത് ചെയ്യാണ്, കുത്തുകൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ദ ബ്ലൂ മിക്സർ വിത്ത് ദ യെല്ലോ. അങ്ങനെ അവൾ ആദ്യം ഓരോ സെപ്പറേറ്റ് കളറിൽ റെഡിലും പേർപ്പിളിലും യെല്ലോയിലും ബ്ലൂയിലും ഒക്കെ ഡോട്ട് ഇട്ടു. പിന്നെ അവൾ എന്ത് ചെയ്യാണ്, കളേഴ്സ് മിക്സ് ചെയ്തിട്ടിട്ടാണ്, ബ്ലൂവും അതേപോലെ തന്നെ യെല്ലോയും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് അവൾ പുതിയ ഡോട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. അപ്പോൾ അങ്ങനെ രണ്ട് കളറുകൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വേറൊരു കളർ ഉണ്ടാവുന്നതും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവൾ അവിടെ നിന്ന് പഠിക്കുകയാണ്. വാഷ് കെപ്റ്റ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ആൻഡ് മെനി കളേഴ്സ്. അപ്പോൾ അങ്ങനെ അവൾ പല കളറിൽ അവൾ എന്ത് ചെയ്യാണ്, ഡോട്ട്സ് ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. അപ്പോൾ ഇത്ര നേരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുഞ്ഞു ഡോട്ട്സ് ആയിരുന്നു. അപ്പോൾ അവൾക്ക് തോന്നുകയാണ്, ഇത്രയും ചെറിയ കാര്യങ്ങൾ ചെറിയ ഡോട്ട്സ് എനിക്ക് ഇടാൻ പറ്റുമെങ്കിൽ എനിക്ക് വലിയ കുത്തുകളും ഇടാൻ പറ്റുന്ന, ഇനി അങ്ങനെ നോക്കാം. അപ്പോൾ ഇതൊക്കെ അവളുടെ ഒരു എന്താ പറയുക, ഒരു ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾ എന്ത് ചെയ്യുന്നു, വെറുതെ ഒരു ഡോട്ട് ഇടുന്നു, പിന്നെ കളർഫുൾ ആയിട്ട് പല ഡോട്ട്സ് ഇടുന്നു, പിന്നെ അവിടെ നമ്മൾ എന്തിന് പ്ലാൻ ചെയ്യാണ്, വലിയ ഡോട്ട്സിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുകയാണ്. വാഷ് സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗ്ഗർ ബ്രഷ് ഓൺ ദ ബിഗ്ഗർ പേപ്പർ ടു മേക്ക് ബിഗ്ഗർ ഡോട്ട്സ്. അപ്പോൾ ഇനി അവൾ എന്ത് ചെയ്യാണ്, കൂടുതൽ കളറുകൾ വലിയ ബ്രഷിലെടുത്ത് വലിയ പേജിലേക്ക് അവൾ വലിയ ഡോട്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. വാഷ് ദി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. ഒരു ഡോട്ട് വരയ്ക്കാതെ പോലും അവൾക്ക് ഡോട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ആ ഒരു രീതിക്ക് അവളുടെ ആ ഒരു കഴിവ് എന്ത് ചെയ്യാണ്, ഉയർന്ന് വരികയാണ്. അല്ലെങ്കിൽ അവൾ സ്വയം പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചിട്ട് സ്വയം എന്ത് ചെയ്യാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. At the school art show a few weeks later, wash these dots made quite a splash. അപ്പോൾ അതിൻ്റെ പിറ്റത്തെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ആർട്ട് ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രദർശനത്തിന് വെച്ച പിക്ചേഴ്സിൽ അവളുടെ ഡോട്ട്സിനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയൊരു എന്താ പറയുക പബ്ലിസിറ്റി, അല്ലെങ്കിൽ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. വാഷ് ദി നോട്ടീസ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെർ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒരു ആൺകുട്ടി ഇങ്ങനെ അവളേനെ നോക്കി നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അപ്പോൾ ആ കുട്ടി വന്നിട്ട് അവളുടെ അടുത്ത് പറയണോ, നീ വലിയൊരു കലാകാരി തന്നെയാണ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ. എനിക്കും ഇതുപോലെ നിന്നെ പോലെയൊക്കെ വരച്ചാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഹി സെഡ് ഐ ബെറ്റ് യു ക്യാൻ.
സെറ്റ് വാഷ്തി. അപ്പോൾ വാഷ്തി പറയണ നിനക്ക് സാധിക്കും, നിനക്ക് എന്താ പറ്റായ്മ, നിനക്ക് പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ ബെറ്റ് വയ്ക്കാം നിന്നെയും കൊണ്ടും സാധിക്കും. മീ നോ നോട്ട് ഐ കാണ്ട് ഈവൻ ഡ്രോ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് എ റൂളർ. അപ്പോൾ അവൻ പറഞ്ഞു ഞാനോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്കൊരു സ്കെയിൽ വെച്ചിട്ടൊരു നേർരേഖ വരയ്ക്കാൻ പോലും, സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ല, ഞാനാണോ വരയ്ക്കാൻ പോകുന്നത് എന്നവൻ. മുന്നേ എങ്ങനെയായിരുന്നു നമ്മുടെ വാഷ്തി പറഞ്ഞിരുന്നത് അതുപോലെയാണ് ആരും പറയുന്നത്, ഈ ഒരു ബോയും പറയുന്നത്, തീരെ കോൺഫിഡൻസ് ഇല്ലാതെ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ള രീതിക്ക്. വാഷ്തി സ്മൈൽഡ്. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. അപ്പോൾ വാഷ്തി ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ വേഗം അവളോട് അവളുടെ ടീച്ചർ ചെയ്ത പോലെ തന്നെ അവനെ ഒന്ന് എന്താ പറയുക പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, ഒരു ബ്ലാങ്ക് പേപ്പർ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഷോ മീ. ദ ബോയ്സ് പെൻസിൽ ഷൂക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻ. അപ്പോൾ അവൾ പറയാം എന്നാൽ ശരി കാണിച്ചതായ, നിനക്കൊരു സ്കെയിൽ കൊണ്ട് ഒരു നേർരേഖ വരയ്ക്കാനും കൂടെ അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ കാണട്ടെ, നീ ഒരു വര വരച്ച് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് പേപ്പർ കൊടുക്കുകയാണ്. വാഷ് ഈസ് സ്റ്റേയർഡ് അറ്റ് ദ ബോയ്സ് സ്ക്വിഗിൾ. അപ്പോൾ അവൻ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ കൊടുത്ത വര, സ്ക്വിഗിൾ എന്ന് പറയുന്നത് നേർരേഖയല്ല, കുറച്ച് വളഞ്ഞിട്ടുള്ള വര എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ വരച്ചപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ ഒരു വളഞ്ഞും കൊണ്ടൊരു വരയാണ് അവൻ വരച്ചിട്ടുള്ളത്. ആൻഡ് ദെൻ ഷീ സെഡ് സൈൻ ഇറ്റ്. എന്നിട്ട് അവൾ പറയുകയാണ് അതിന് ഇതിൻ്റെ താഴെ ഒരു സൈൻ കൂടെ ഇട്ടേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതന്നെയല്ലേ അവളുടെ ടീച്ചറും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കഴിവുള്ള അടുത്തുനിന്ന് അവൾക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കൊടുത്തിട്ട് അവളെ എന്ത് ചെയ്യുകയാണ്, അവൾക്കും പലതും ചെയ്യാൻ സാധിക്കും എന്ന രീതിയിലേക്ക് എത്തിക്കുകയാണ്. അതേ രീതി തന്നെയാണ് അവളും ഫോളോ ചെയ്യുന്നത്. അവൾ ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ആത്മവിശ്വാസം ഉള്ള ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്യണം, അവളുടെ സുഹൃത്തിനെ അല്ലെങ്കിൽ അവിടെ കണ്ട ഒരു ആൺകുട്ടിയെയും ആ ഒരു രീതിക്ക് ഉയർത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ഒളിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷെ നമുക്കതൊരു ആത്മവിശ്വാസം ഇല്ലാതെയായി പോകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ നിന്നൊക്കെ പിന്നോട്ട് വലിയുന്നൊരു അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെ ഇനി ഉണ്ടാവരുത് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കഥ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. താങ്ക്